ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ നോമ്പിൻ്റെ പണിയൊക്കെ എല്ലാവരും കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നോമ്പിൻ്റെ തലേ ദിവസം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ടിപ്സൊക്കെ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് ആദ്യം തന്നെ ഞാനിത് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പച്ചമുളക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇതുപോലെ ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ട് പച്ചമുളകിൽ നമ്മൾ ഞെട്ടിയൊക്കെ ഇതുപോലെ ഒന്ന് കളഞ്ഞിട്ട് ഇതിൽ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ടിഷ്യൂ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്താൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടിഷ്യൂ പേപ്പർ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഒരു മാസത്തോളം നമ്മൾ പച്ചമുളക് ഒരു കേടും കൂടാതെ ഫ്രിഡ്ജിൽ ഇരുന്നോളും. പിന്നെ ഇത് അടുത്തതായിട്ട് മല്ലിച്ചപ്പും പുതിനയാണ്. ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ മല്ലിച്ചപ്പിൻ്റെ തണ്ട് അടിഭാഗത്തുള്ള വേരിൻ്റെ മുകളിൽ കുറച്ച് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. പുതിനയുടെയും കൂടെ താഴത്തെ ഭാഗം ഇതുപോലെ നല്ല ഹാർഡായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഇതുപോലൊരു ബോക്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക. ടിഷ്യൂ പേപ്പർ വെക്കുമ്പോൾ രണ്ടെണ്ണമൊക്കെ ആയിട്ട് വെക്കുക. കുറച്ച് കട്ടിയിൽ ടിഷ്യൂ പേപ്പർ വെക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് മല്ലിച്ചപ്പും പുതിന ഇതുപോലെ വെച്ച് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ടിഷ്യൂ പേപ്പറും കൂടെ വെച്ച് കൊടുത്തൊന്ന് കവർ ചെയ്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചാൽ മല്ലിച്ചപ്പും പുതിനയും ഒരു മാസത്തോളം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇതൊട്ടും നനവ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ടിഷ്യൂ പേപ്പർ ഇടയ്ക്കൊന്ന് മാറ്റി കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഒരു മാസത്തോളം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതാ നമുക്ക് ബജിമാവ് ഉണ്ടാക്കുക. അതിനായിട്ട് 1/2 കിലോ കടലമാവും 1/2 കിലോ മൈദയും കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലൊരു ക്ലീൻ ബൗളിലേക്ക്, ഒട്ടും വെള്ളമൊന്നും ഇല്ലാത്തൊരു ബൗളിലേക്ക് 3 കപ്പ് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതാ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഇതാ കുറച്ച് കായപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ കുറച്ച് കളറിന് വേണ്ടി കുറച്ച് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പൊടികൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടികളെല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊരു ബോട്ടിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബജിമാവിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് മുട്ട ബജിയോ മസാല ബോണ്ട എന്തുണ്ടാക്കണമെങ്കിലും ഇതിൽ നിന്ന് എടുത്തിട്ട് ഇതിൽ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബജികളൊക്കെ ഉണ്ടാക്കാൻ നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള നല്ലൊരു ഫ്ലോറാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അടുത്തതായിട്ട് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈത്തപ്പഴം വാങ്ങിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഈത്തപ്പഴം നമ്മൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ കുരു ഒന്ന് കളയുക. ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒന്ന് നടു കീറിയിട്ട് ഇതിൻ്റെ കുരു കളഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഞാനിവിടെ ബദാമാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പോ പിസ്ത ഏത് വേണമെങ്കിലും നമുക്കിതിൽ വെക്കാം. എന്നിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ഏതായാലും ഈത്തപ്പഴം കഴിക്കും, അതിൻ്റെ കൂടെ ഒരു ബദാമും കൂടെ കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടുന്ന നല്ലൊരു ടിപ്സാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു ബോട്ടിലേക്ക് കുറച്ച് ബദാം ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ ബോട്ടിലാക്കി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞതിനൊക്കെ ശേഷം പിന്നെ നമുക്കിത് കാണുമ്പോൾ കുറച്ച് കഴിക്കാൻ തോന്നണം എന്ന് വിചാരിച്ചിട്ടാണ് ഇതിങ്ങനെ പുറത്ത് വെക്കുന്നത്. പിന്നെ തറാവിയൊക്കെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഉപ്പിലിട്ടതൊക്കെ കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എളുപ്പത്തിലുള്ള ഒരു ഉപ്പിലിട്ടതാണ്. ഇത് വായൻ്റെ ഉള്ളിൽ നമുക്ക് ഇട്ടുമല്ലോ, ഉണ്ണിത്തണ്ട് എന്നാണ് ഞങ്ങളവിടെ പറയുക. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ 3/4 ഭാഗത്തോളം ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ ഇതുപോലെ നടുകീറിയത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് സുർക്കും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് നല്ല കിഡ്ലനായിട്ടുള്ള ഉപ്പിലിട്ടത് കിട്ടും.
ഇനി ഇത് അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു പാക്കറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് ഒട്ടും നനവില്ലാത്ത ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് 2 ബാച്ചായിട്ട് ഇതുപോലെ എല്ലാ ബ്രെഡും ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കരിയാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്ക് ഇതുപോലുള്ള സിബ്ലോക്ക് കവറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതാകുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഡോറിലൊക്കെ വെച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് എടുക്കാനും യൂസ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. ഇനി നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെക്കാം. അതിനായിട്ട് ഇതൊരു 3 കപ്പ് പഞ്ചസാര ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഈ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഈ നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ തണുത്ത ജ്യൂസൊക്കെ അടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തണുത്ത നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ പഞ്ചസാര തണുത്ത വെള്ളത്തിൽ അലിഞ്ഞ് കിട്ടാനും പ്രയാസമാണ്. അപ്പോൾ നമുക്ക് ഈ ഷുഗർ സിറപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെച്ച് നോക്കുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ജ്യൂസൊക്കെ ഉണ്ടാക്കാം. എന്നിട്ട് ഇത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് ഫ്രിഡ്ജിലാണ്. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഫ്രീസറിലൊന്നും വെക്കണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അതിൽ നിന്ന് എടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഗരം മസാല പൊടിയാണ് ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പോളം ഏലക്കായ, ഗ്രാമ്പൂ, പട്ട, പെരുംജീരകം, ബേ ലീഫ് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി ഇതൊരു മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ചൂടാറിയിട്ടുള്ള സ്പൈസസൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ബോട്ടിലാക്കി വെക്കുക. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ബോട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ഒരു ചെറിയ ബോട്ടിലാക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഞാനിത് ഇതുപോലെയുള്ള മസാല ബോക്സിൽ ഇതുപോലെ ഒരു സ്പേസിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ബോക്സിലാകുമ്പോൾ നമ്മൾ പൊടികളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എല്ലാ പൊടികളും ഈ ബോക്സിൽ തന്നെ കിട്ടുകൊണ്ട് നല്ലൊരു യൂസ്ഫുള്ളാണ്. പ്രത്യേകിച്ച് നോമ്പ് സമയത്താകുമ്പോൾ നമുക്ക് ഓരോ കുപ്പികളും ഇങ്ങനെ അവിടെ ഇവിടെ എടുത്ത് വെക്കാനൊക്കെ ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ നല്ലൊരു യൂസ്ഫുള്ളാണ്. അതുപോലത്തെ ഒരു ബോക്സാണ് ഇത് നമ്മൾ കടുക്, ജീരകം, ഉലുവ അതൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന വേറൊരു ബോക്സാണ്. പിന്നെ കുറച്ച് മുട്ട ഇതുപോലുള്ള ട്രേയിൽ ഞാനിങ്ങനെ നിരത്തി വെക്കുന്നുണ്ട്. ഈ ഒരു ട്രേയും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ട്രേ ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. നമ്മൾ മുട്ടയൊന്നും അവിടെ ഇവിടെ വെച്ചിട്ട് പൊട്ടിയേ ഒന്നും ആവുന്നില്ല. ഈ ഒരു ട്രേയിലുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലും സ്റ്റോർ ചെയ്ത് വെക്കാം, പുറത്ത് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാം. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിട്ട് തോന്നി. പിന്നെ ഞാൻ 3 തേങ്ങ ഇതുപോലെ ഒന്ന് ചിരവി വെച്ചിട്ടുണ്ട്. നമുക്ക് തേങ്ങാപ്പാലിനോ എന്തെങ്കിലും അരപ്പിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഇത് കൈ വെച്ചിട്ട് തൊടരുത്. ഈ തേങ്ങയിൽ നമ്മൾ കൈ തട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ തേങ്ങ പെട്ടെന്ന് പുളിച്ചു പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പൂൺ വെച്ചിട്ട് വേണം നമ്മളിത് ബോക്സിലേക്ക് ആക്കാനൊക്കെ വേണ്ടിയിട്ട്. ഞാനിത് ചിരകണ സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് ചിരകി എടുത്തിട്ടുള്ളതും. അപ്പോൾ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് നമുക്ക് ഈ ബോക്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് നമുക്കിത് ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. പിന്നെ നമുക്ക് തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് കറിക്കൊക്കെ തേങ്ങ വറുത്തരക്കാൻ വേണ്ടിയിട്ടുള്ള അരപ്പാണിത്. ഞാൻ തേങ്ങ, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, പെരുംജീരകമൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ള മിക്സാണ്. അത് നമ്മൾ പുറത്താണ് വെക്കേണ്ടത്, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്തതായിട്ട് എനിക്ക് കുറച്ച് സപ്പോട്ട കിട്ടിയിരുന്നു. അപ്പോൾ ഞാനത് ഇതുപോലെ ഐസ് ക്യൂബ് ആക്കിയിട്ട് ഇതുപോലെ സിബ്ലോ കവറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ജ്യൂസൊക്കെ അടിക്കണമെങ്കിൽ പാലിലേക്ക് ഇതിൽ നിന്ന് 2-3 ക്യൂബ് ഇട്ട് കൊടുത്താൽ നമുക്ക് സപ്പോട്ട ജ്യൂസ് റെഡിയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളെ റമദാൻ പ്രിപ്പറേഷന്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്